കേരളത്തിൽ 129 കോടിയുടെ കൃഷിനാശമുണ്ടായതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കണക്കെടുപ്പിലേക്ക് വകുപ്പ് കടന്നു കഴിഞ്ഞു. 90 കോടി കർഷകർക്ക് കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട്. ഇത്തവണത്തെ പ്രളയ നഷ്ടപരിഹാരമടക്കം കൊടുത്തു തീർക്കാൻ സർക്കാർ നടപടികൾ വേഗത്തിലാക്കും. ദുരിതബാധിത മേഖലയിൽ കർഷകരുടെ കടം എഴുതിത്തള്ളാൻ ആലോചനയിലുണ്ടെന്നും കർഷക വായ്പയിൽ 9% പലിശ സർക്കാർ വഹിക്കുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. 129 കോടി രൂപയുടെ കൃഷിനാശമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി FIR-കൾ രജിസ്റ്റർ ചെയ്ത് ഫീൽഡ് വെരിഫിക്കേഷൻ പ്രവർത്തനങ്ങളിലേക്ക് കൃഷി വകുപ്പ് കടന്നിട്ടുണ്ട്. നഷ്ടപരിഹാര തുക 90 കോടിയോളം രൂപ പ്രകൃതിക്ഷോഭ വിളനാശത്തിന്റെ പണം സർക്കാർ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ 4-5 വർഷക്കാലമായി ആ പണം മുഴുവൻ പെൻഡിംഗാണ്. പെൻഡിംഗ് ഉള്ളതായിരിക്കുന്ന പണം കൊടുക്കുന്നതിന്റെ കൂടെ നിലവിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള നടപടിയെക്കുറിച്ചും സർക്കാർ ഗൗരവത്തോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണ്. കൃഷിഭൂമിയിൽ വെള്ളം അടിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം അടിച്ച് ഒഴിവാക്കുന്നതിന് വേണ്ടി പമ്പുകൾ വാടകയ്ക്കെടുത്താൽ ആ പമ്പുകളും അതോടൊപ്പം അതിനുള്ള ഇലക്ട്രിസിറ്റി, അതിനുള്ളതായ ഇന്ധനം ഉൾപ്പെടെ എല്ലാ ചെലവും സർക്കാർ വഹിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ, ഇവർക്ക് തിരിച്ചടവിന് പ്രത്യേക കാലാവധി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്, കർഷകരുടെ നിലവിലുള്ളതായിരിക്കുന്ന കടം ഈ ഫ്ലഡ് വന്ന സാഹചര്യത്തിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്.